പൊന്നാനി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തി. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തിയത്. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാഗി, ഹോമിയോ മെഡിക്കൽ ഓഫീസർ തൻസീം, HI ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സുബീന ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. കാരണം മറ്റ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ആർത്തവവിരാമ ക്ലിനിക്കുകൾ വരെ നടക്കുന്നുണ്ട്. ആർത്തവവിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ശാരീരികവും മാനസികവും ഇമോഷണൽ ആയിട്ടുമുള്ള സപ്പോർട്ട് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മുടെ നാട്ടിൽ അറിയില്ല, ഒക്ടോബർ 18 എന്നേ ഉള്ളൂ ആർത്തവവിരാമ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആർത്തവവിരാമത്തെ പറ്റി സ്ത്രീകൾക്ക് തന്നെ കൃത്യമായ കേരള ഖരമാലിന്യ സംസ്കരണ മിഷൻ കോർഡിനേറ്റർ വിഷ്ണു സ്വാഗതവും YP അഞ്ജു നന്ദിയും പറഞ്ഞു. 100ഓളം ഹരിതകർമ്മ ശുചീകരണ തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.